ഹലോ ഫാമിലി, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ അഞ്ജു അമർനാഥ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്കറിയാം നിങ്ങൾ തംബ്നെയിൽ കണ്ടു കാണും, നിങ്ങൾ ആ കണ്ടത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെ അത് എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെയുള്ള ഡൗട്ടുകൾ ഇപ്പോഴും ഉള്ള ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഒരു 2 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് അല്ല 2 അല്ല 3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിതുവരെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോഴും ഉപയോഗിക്കാത്ത അല്ല ഇപ്പോഴും ഇതിനെപ്പറ്റി അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉപയോഗങ്ങളൊന്ന് മനസ്സിലാക്കി തരാമെന്ന് കരുതി. അപ്പോൾ അതാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും അയ്യേ എന്നൊക്കെ ഒരു തോന്നാം. അതിനുള്ള റീസൺ കാരണം മെൻസസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണല്ലേ. അത് റെഗുലറായിട്ട് നടക്കണം എന്ന് തന്നെയാണ്. ഇനി ഒരു പക്ഷേ അത് നടന്നില്ലെങ്കിലാണ് നമ്മുടെ ലൈഫിൽ ഓരോ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്ര മോശമായിട്ടുള്ള കാര്യമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് ഞാൻ മെൻസസിനെ പറ്റിയിട്ടല്ല കൂടുതൽ സംസാരിക്കുന്നത്, മെൻസ്ട്രൽ കപ്പിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. പറഞ്ഞത് മെൻസ്ട്രൽ കപ്പിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം പാഡ് നമ്മൾ യൂസ് ചെയ്യുന്നവരായിരിക്കും, എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ എൻ്റെ അറിവ് വെച്ചിട്ട് കൂടുതലും പാഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാഡുകൾ ഉപയോഗിക്കുന്നത് വഴി നമുക്കറിയാം നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവാം, ഇച്ചിങ് ഉണ്ടാവാം. ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഒരു മെൻസ്ട്രൽ കപ്പിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാക്കില്ലെന്നുള്ളതാണ്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം ഇതിന് നമ്മൾ ഈ പാഡിൻ്റെ കേസിൽ നമ്മൾ നമുക്ക് ഈ ഡിസ്പോസ് ചെയ്യുന്നൊരു കാര്യം നമ്മൾ ഫേസ് ചെയ്യുന്നൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ സ്കൂളിൽ പോകുന്നവരുണ്ടാവും, കോളേജിൽ ജോലിക്ക് ഒക്കെ പോകുന്നവരുണ്ടാവും. പിന്നെ ഈ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നും യൂസ് ചെയ്യില്ല, അത് യൂസ് ചെയ്യാൻ മടിയുള്ളവരായിരിക്കും കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം വീട്ടിൽ നിന്ന് ഇപ്പം നമ്മൾ ജോലിക്കോ അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ ഒക്കെ പോകുന്ന കേസിൽ നമുക്ക് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളൊരു പാഡ് ഉപയോഗിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ നമ്മൾ ബുദ്ധിമുട്ട് കാണിക്കും. എന്ന് വെച്ചാൽ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യണമല്ലോ എന്ന് ഉദ്ദേശിച്ചതുകൊണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്, ഇത് ബ്ലഡ് അവിടെ ഇരുന്ന് ഇൻഫെക്ഷനായി നമുക്കില്ലാത്ത യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെ പല അസുഖങ്ങളുണ്ടാവും. അതേസമയം നമ്മൾ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് അത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞ ശേഷം മാത്രം പിന്നെ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി. കാരണം ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 hours ഇതിന് നമുക്കത് ഇൻസേർട്ട് ചെയ്തിട്ട് 8 hours വരെ ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഈ പാഡ് ചേഞ്ച് ചെയ്യുന്നത് പോലെ നമ്മുടെ മെൻസ്ട്രൽ കപ്പ് ചേഞ്ച് ചെയ്യേണ്ട. കാരണം അല്ലെങ്കിൽ പിന്നെ അതുപോലെ ഹെവി ഫ്ലോ ഉള്ളവരുടെ കേസിലാണെങ്കിൽ പോലും നമ്മൾ പാഡ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹെവി ഫ്ലോ ആണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും മാറണം. അപ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യും. പക്ഷേ ഇതിൻ്റെ കേസിൽ ഈ പറയുന്ന പോലെ ഹെവി ഫ്ലോ വന്നിട്ട് അത് നിറഞ്ഞ് കവിയില്ലേ എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാവും. അങ്ങനെ ഒന്നും പേടിക്കേണ്ട. ഇതൊരു ലിമിറ്റുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോകുന്നതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ ചിന്തിക്കും പാഡിലൊക്കെ നമ്മൾ കാണുമ്പോൾ എന്തോ ഒരുപാടെന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, ഒരു ലിമിറ്റ് ഉണ്ട്. അതും നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ നമുക്ക് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത്രത്തോളം ബ്ലഡാണല്ലോ നമ്മുടെ ശരീരത്തു നിന്ന് പോകുന്നതെന്നുള്ളതിനെ പറ്റി നമുക്ക് മനസ്സിലാവും ഈ ഒരു മെൻസ്ട്രൽ കപ്പ് വെക്കുന്നത് വഴി. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള പാഡ് ചേഞ്ച് ചെയ്യുന്നത് പോലെ നമ്മൾ മെൻസ്ട്രൽ കപ്പ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ 8 മണിക്കൂറിന് ശേഷം നമ്മളത് മാറ്റിയാൽ മതി. 8 ഇനിയിപ്പോൾ കൂടുതൽ ഇപ്പോൾ ഒരു 10 മണിക്കൂർ ആയാലും കുഴപ്പമില്ല, ഹെവി ഫ്ലോ ഇല്ലാത്തവരുടെ കേസിൽ. ഈ അടുത്തൊരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാഡിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന പൈസ ഓരോ മാസവും നമ്മൾ പാഡ് വാങ്ങിക്കുമ്പോൾ ആവുന്ന പൈസയുടെ അത്രയും നമുക്ക് ഈ മെൻസ്ട്രൽ കപ്പിൽ ആവുന്നില്ല എന്നതാണ് സത്യം. അതിനുള്ള റീസൺ ഇപ്പം എനിക്കിപ്പം ഞാൻ പാഡ് ഇപ്പോൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയില്ല അതിൻ്റെ റേറ്റ് ഇപ്പോൾ എത്രയൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു ആവറേജ് ഒരു 200 രൂപ ആക്കി വിചാരിക്കുക. 200 രൂപ ആണെങ്കിൽ നമ്മൾ ഈ ഒരു വർഷത്തേക്ക് കരുതുകയാണെങ്കിൽ 200 × 12 ആകുമ്പം 2400 രൂപ അല്ലേ. 2400 രൂപ നമുക്ക് ഒരു വർഷം നമുക്ക് ചിലവാകുന്നുണ്ട്. പക്ഷേ മെൻസ്ട്രൽ കപ്പിൻ്റെ കേസിൽ നമ്മൾ ഒരു കപ്പ് നമ്മൾ വാങ്ങിച്ചാൽ അത് 10 വർഷത്തേക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ വേറെ വാങ്ങിക്കേണ്ട കാര്യമില്ലെന്നാണ് കമ്പനികൾ പറയുന്നത്. ഏകദേശം പറയുകയാണെങ്കിൽ ഒരു എത്രയാണ് പറയുന്നത്, 300
300-400 നമുക്ക് എന്താ മെൻസ്ട്രൽ കപ്പിന് ചിലവാകുന്നുള്ളൂ. ചില ടൈമിൽ ഓഫറൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് എത്ര 200 സംതിങ് രൂപയ്ക്കൊക്കെ ഇപ്പോൾ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആണ്. നമ്മൾ ഓൺലൈൻ സ്റ്റോറിലാണെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടും, മെഡിക്കൽ സ്റ്റോറിലെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈയിടെ എനിക്ക് ഏറ്റവും വലിയ രസം എന്താണെന്നറിയാമോ, എനിക്ക് ഈയിടെ നമ്മുടെ ഹെൽത്തിന്ന് ഇത് തന്നിട്ടുണ്ടായിരുന്നു. ഹെൽത്തിന്ന് ആ വാർഡിലുള്ള എല്ലാ ഗേൾസിനും ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ്. ഒരു പക്ഷേ ഇത് കിട്ടിയിട്ട് യൂസ് ചെയ്യാത്തവർ ഇപ്പോഴും കാണുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് സിറോണയുടെയാണ് ഞാനിപ്പം 2-3 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മെൻസ്ട്രൽ കപ്പ് ഇത് ആദ്യം തന്നെ നമ്മൾ സൈസ് ചൂസ് ചെയ്യുമ്പോൾ ഇത് സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്. ഇതിപ്പോൾ ലാർജാണ്. സ്മോളിൻ്റെ കളറ് വരുന്നത് വൈറ്റ് ആണ്, മീഡിയത്തിൻ്റെ വരുന്നത് പിങ്ക് ആണ്. അപ്പോൾ നമ്മൾ അതായത് ആഫ്റ്റർ ഡെലിവറി നമ്മൾ ലാർജ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതം അനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊരു ചൂസ് ചെയ്ത് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഏതാ സ്യൂട്ട് ആവുന്നതെന്ന് വെച്ചാൽ ഉപയോഗിക്കുക. അപ്പോൾ ഇതിന് ഏകദേശം ഇതിനകത്ത് കിടക്കുന്നത് 399 രൂപയാണ് കിടക്കുന്നത്. പക്ഷേ ഞാനെന്തോ 200 സംതിങ് രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചത്. അത് ഇവരുടെ തന്നെ സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. അന്ന് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോഴും ഓഫേഴ്സൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്കിത് ആദ്യം തന്നെ നമ്മളിത് സ്റ്റെറിലൈസ് ചെയ്യണം. നമുക്ക് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാത്രമല്ല ഇത് നല്ല ഇച്ചിരി പെയിൻ ഉണ്ടാക്കും. അത് ആദ്യത്തെ ഒരു ചെറിയൊരു പെയിൻ ഉണ്ടാവും. അത് എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇത് വെച്ച സമയത്ത്, സത്യം പറയുകയാണെങ്കിൽ. പക്ഷേ ആ 1-2 ദിവസത്തെ കാര്യം മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ എനിക്കിത് ഉപയോഗിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഓടാൻ ചാടാൻ നമ്മൾ ഇങ്ങനൊരു സംഭവം വെച്ചിട്ടുണ്ടെന്ന് പോലും നമുക്ക് ഫീൽ ആവത്തില്ല. അപ്പോൾ പറയുകയാണെങ്കിൽ ഇത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്റ്റെറിലൈസ് ചെയ്യുക. ഇത് സ്റ്റെറിലൈസ് ചെയ്യാൻ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടെയ്നർ പോലൊരു സംഭവം ഉണ്ട്. ഇതില്ലെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം മാറ്റി വെച്ചാൽ മതി, ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ സ്റ്റൗവിൽ തന്നെ വെച്ചിട്ട് നമുക്കത് തിളപ്പിച്ചെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി മാത്രമായിട്ട് അത് മാറ്റി വെച്ചേക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇതില്ലെങ്കിൽ അപ്പോൾ അത് ഉപയോഗിക്കാം. ഇതില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ പറയുന്നത്, ഒരു കപ്പ് വാഷർ ലിക്വിഡ് ഉണ്ട്. ആ കപ്പ് വാഷ് ചെയ്യുന്നൊരു ലിക്വിഡ് ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അത് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാമെന്നുള്ളൂ. സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം അതിട്ട് വാഷ് ചെയ്തിട്ട് നമുക്കിത് ഇൻസേർട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഇത് ഉപയോഗിച്ച ശേഷം വീണ്ടും നമ്മളത് ബ്ലഡ് റിമൂവ് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ എന്താ പറയുന്നത്, നമ്മുടെ ആ കപ്പ് വാഷർ ലിക്വിഡ് ഉണ്ട്, വാഷിംഗ് ലിക്വിഡ്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് വീണ്ടും വാഷ് ചെയ്തിട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്യാം. ഇനി ഇൻസേർട്ട് ചെയ്യുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് അതിനെ ഫോൾഡ് ചെയ്യുന്നത്. അത് സി ടൈപ്പ് ഉണ്ട്, യു ടൈപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് ആ രീതിയിൽ ചെയ്യുക. സി ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അതിനെ ഈ കപ്പിനെ ഈ രീതിയിൽ ഇങ്ങനെ വളച്ചിട്ട്, അതല്ലെങ്കിൽ മൊത്തത്തിൽ അത് ചുരുട്ടി പിടിച്ചോ, എങ്ങനെയാണ് അത് ഇപ്പം ടൈപ്പ് ഇങ്ങനെ ഫോൾഡ് ചെയ്യാവോ എന്നുള്ളതില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട്, ഏത് രീതിയിൽ വെച്ചാലാണ് അത് കംഫർട്ട് എന്നുള്ള രീതിയിൽ വെക്കുക. മാത്രമല്ല ഇത് നമ്മൾ കറക്റ്റ് ഫിക്സ് ആയി എന്ന് മനസ്സിലാവുന്നത് ആക്ച്വലി ഇതൊരു വാക്യൂം പോലെയാണ്. നമ്മളിത് ചുരുട്ടിയിട്ട് അല്ലെങ്കിൽ ഇത് ഫോൾഡ് ചെയ്ത് നമ്മൾ ഉള്ളോട്ട് ഇതിങ്ങനെ വിടുമ്പോൾ ടപ്പ് എന്നൊരു ശബ്ദം പോലെ കേൾക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇത് ഫിക്സ് ആയി എന്നാണ് അർത്ഥം. അത് ഏത് രീതി ഫോൾഡ് ചെയ്താലും മതിയാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പീരീഡ്സിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞു, ഇത് നിങ്ങൾക്ക് ഇനിയും പ്രോപ്പറായിട്ട് നിങ്ങളത് ഒരു സേഫായിട്ടൊരു സ്ഥലത്ത് അത് സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ അന്നേരം തിരിച്ചത് നിങ്ങൾ എവിടെയാണോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അവിടെ വെക്കുന്നതിന് മുന്നേ തന്നെ ഇത് ഒന്നുകൂടെ സ്റ്റെറിലൈസ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് വേണം വെക്കാൻ. വീണ്ടും നമ്മൾ നെക്സ്റ്റ് മന്ത് ഇത് യൂസ് ചെയ്യുമ്പോൾ അതുപോലെ വീണ്ടും സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഉപയോഗിക്കുക. ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു കേസ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കപ്പ് ഇൻസേർട്ട് ചെയ്തത് പുറത്തെടുക്കുമ്പോൾ ജസ്റ്റ് അതിലൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുക. എന്നിട്ട് പ്രസ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അതിനുള്ളിലെ എയറിനെ ഒന്ന് കളഞ്ഞിട്ട്, കാരണം ഇതൊരു വാക്യൂം പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനുള്ളിലെ ആ ഒരു എയറിനെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കളഞ്ഞ ശേഷം മാത്രമേ അത് പുറത്തേക്ക് ഇങ്ങനെ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ, ആ സ്റ്റെമ്മിൽ പിടിച്ചിട്ട്. അല്ലാതെ ഡയറക്റ്റ് സ്റ്റെമ്മിൽ പിടിച്ച് വലിക്കാൻ പാടില്ല. അത്യാവശ്യം വേണ്ട എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെ എന്നെപ്പറ്റി കൂടുതൽ അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും, നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വെച്ചത് നിർത്താം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു കമ്പനി അങ്ങനെ ഒരു കമ്പനിയെ ഞാൻ പ്രൊമോട്ട് ചെയ്യുമല്ല കേട്ടോ. സിറോണ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഇതിലും നല്ല കമ്പനികളുണ്ടാവും, എനിക്ക് അതിനെപ്പറ്റി ഞാൻ വേറെ മാറി ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ.
അപ്പോൾ നല്ല ചിലപ്പോൾ ഇതിലും വില കുറവുള്ളതുണ്ടാവും, ഇതിലും വില കൂടുതലുള്ളതുണ്ടാവും. എല്ലാം ഈ പറയുന്ന പോലെ എന്താ പറയുക, നമ്മുടെ സിലിക്കോൺ മെറ്റീരിയലാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ കമ്പനി എന്താ ചൂസ് ചെയ്യാം. എനിക്കിതുകൊണ്ട് ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ പറയാനാണെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ, നിങ്ങളെല്ലാവരും ഒന്ന് എന്താ മെൻസ്ട്രുവൽ കപ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമുക്ക് ഇത്രയ്ക്കുള്ള വിലയല്ലേ വരുന്നുള്ളൂ. നമ്മൾ ഒരു മാസം പാഡ് വാങ്ങിച്ച് എത്ര രൂപ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഷുവറായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് നിങ്ങൾ പിന്നെ ഇത് തന്നെ ഫോളോ ചെയ്യത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഇത് പാഡിൽ നിന്ന് ഇങ്ങോട്ട് മാറി ഇതിനകത്തേക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. അയ്യോ എനിക്കിത് ബുദ്ധിമുട്ടായിരിക്കത്തില്ല, ഇത് നല്ല പെയിൻ ആയിരിക്കത്തില്ല, ഇത് എങ്ങനെയാണെന്നൊക്കെയുള്ള ടെൻഷൻസ് ആയിരിക്കും നിങ്ങൾക്ക്. പക്ഷെ ഒരു പ്രാവശ്യം നിങ്ങൾ മാറി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നിങ്ങൾ ഇത് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് പാടിനെ പിന്നെ കാണുമ്പോഴേ അലർജി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പോഴും മെൻസ്ട്രുവൽ കപ്പ് ഉപയോഗിക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊരു കേൾക്കുമ്പോൾ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നൊരു ചിന്തയെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതിയാവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.